السلام عليكم ورحمة الله وبركاته. SSF Wisdom Hadith Class 261 عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال: إذا نسي أحدكم فأكل أو شرب فليتم صومه فإنما أطعمه الله وسقاه. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹുമ അടക്കമുള്ള പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു: ഇദാ നസിയ അഹദുക്കും ഫഅകല ഔ ശരിബ, നിങ്ങളിൽ ആരെങ്കിലും മറന്ന് ഭക്ഷണം കഴിച്ചാൽ അല്ലെങ്കിൽ വെള്ളം കുടിച്ചാൽ, നോമ്പുകാരനായിരിക്കെ മറന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്താൽ ഫൽയുതിമ്മ സൗമഹു, അവൻ നോമ്പ് പൂർത്തീകരിച്ചു കൊള്ളട്ടെ. നോമ്പ് മുറിയുകയില്ല, അതുകൊണ്ട് തന്നെ നോമ്പ് കംപ്ലീറ്റ് ചെയ്യണം, നോമ്പ് പൂർത്തീകരിക്കണം. ഫഇന്നമാ അത്അമഹുല്ലാഹു വസഖാഹു, നിശ്ചയം അല്ലാഹു തആലയാണ് അവനെ ഭക്ഷിപ്പിച്ചത്, അവന് വെള്ളം കുടിപ്പിച്ചതും അല്ലാഹു തആലയാണ്. കാരണം അവൻ വെള്ളം കുടിച്ചതോ ഭക്ഷണം കഴിച്ചതോ മനഃപൂർവമല്ലായിരുന്നു. നോമ്പുകാരനാണ് എന്ന ഓർമ്മയില്ലാതെ, അവൻ അറിയാതെ ഓർമ്മയില്ലാതെ ഭക്ഷണം കഴിച്ചാലും വെള്ളം കുടിച്ചാലും നോമ്പ് മുറിയുകയില്ല. സ്വാഭാവികമായും ഭക്ഷണം കഴിക്കാത്തതിന്റെ ക്ഷീണം ഒരുപക്ഷെ മറന്നു വെള്ളം കുടിച്ചാലും ആ ക്ഷീണം മാറിയേക്കും. അത് സ്വാഭാവികമായും അല്ലാഹു തആലയിൽ നിന്ന് അവന് കിട്ടിയ ഒരു ഗിഫ്റ്റായിട്ട് അവന് കണക്കാക്കാവുന്നതാണ്. ഏതായാലും അവന്റെ നോമ്പ് മുറിയുകയില്ല. അതുകൊണ്ട് തന്നെ നോമ്പ് അവൻ പൂർത്തീകരിക്കുകയും മഗ്രിബാകുന്നത് വരെ, നോമ്പ് തുറയുടെ സമയമാകുന്നത് വരെ നോമ്പുകാരന്റെ എല്ലാ നിയമങ്ങളും പാലിക്കുകയും ചെയ്യൽ അനിവാര്യമാണ്. ഇവിടെ മറന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കഴിക്കുന്നതും അള്ളാഹുവിൽ നിന്ന് അവന് സംഭവിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മറന്നു ഭക്ഷണം കഴിച്ചാൽ കുഴപ്പമില്ല എന്ന മസ്അല നമുക്ക് കിട്ടുകയും, എന്നാൽ ഇത് അവസരം മുതലെടുക്കാൻ ഒരിക്കലും കഴിയുകയും ഇല്ല. ഒരാൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടല്ലോ എന്ന് കരുതി മറന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്ന ഒരു തീരുമാനത്തിലെത്തിയാൽ അത് മനഃപൂർവ്വം ഭക്ഷണം കഴിക്കൽ ആകും എന്നതിനാൽ ഒരിക്കലും ഇത് ദുരുപയോഗപ്പെടുത്താൻ കഴിയില്ല. കാരണം അള്ളാഹുവിന്റെ മുമ്പിൽ മറന്നുകൊണ്ടാണ് ഞാൻ കഴിച്ചത് എന്ന് മനഃപൂർവ്വം കഴിച്ച ഒരാൾക്കും പറയാൻ കഴിയില്ല. മനഃപൂർവ്വം വെള്ളം കുടിച്ചയാൾക്കും അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ മറന്നുകൊണ്ട് വെള്ളം കുടിച്ചതാണ് എന്ന് സമർത്ഥിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മറന്നു ഭക്ഷണം കഴിക്കുന്നവന് അല്ലാഹു തആല നൽകുന്ന ഒരു ഗിഫ്റ്റാണ് ഇത് എന്ന് പറയുന്നത് ഒരിക്കലും ദുരുപയോഗപ്പെടുത്താൻ പറ്റാത്ത ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഇത് നാം കൃത്യമായി മനസ്സിലാക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല. അതുകൊണ്ടാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, മറന്നുകൊണ്ട് ആരെങ്കിലും ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്താൽ നോമ്പിന് കുഴപ്പമില്ല, അവൻ നോമ്പ് പൂർത്തീകരിച്ചു കൊള്ളട്ടെ. പിന്നെ അവന് സംഭവിച്ചു പോയത് അത് അല്ലാഹു തആല അവന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലാഹു തആല ചെയ്ത ഒരു പണിയായിരിക്കും അത്. അല്ലെങ്കിൽ അല്ലാഹു തആല അവനൊരു ഗിഫ്റ്റായിട്ട് അള്ളാഹുവിൽ നിന്ന് സംഭവിച്ചതായിരിക്കാം, അത് അല്ലാഹു തആല അത് ചെയ്യിപ്പിച്ചതായിരിക്കാം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിന് ന്യായീകരണം കണ്ടെത്താവുന്നതാണ്. അവന്റെ നോമ്പിന് ഒരു കുഴപ്പവുമില്ല എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ആകയാൽ മറന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവൻ നോമ്പ് കംപ്ലീറ്റ് ചെയ്യണം. ഭക്ഷണം കഴിച്ചു എന്ന് കരുതി നോമ്പ് മുറിച്ച് ഭക്ഷണം പൂർത്തീകരിക്കാൻ നിൽക്കേണ്ടതില്ല എന്നർത്ഥം. ഓർമ്മ വന്നാലുടൻ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു നോമ്പുകാരനാണെന്ന്, എന്നാൽ ഉടനെ തന്നെ അത് നിർത്തിവെക്കണം, വായിലുള്ളത് തുപ്പിക്കളയുകയും വേണം. ഇതാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടത്, നോമ്പുകാരനായ മുസ്ലിം ചെയ്യേണ്ടത്. അല്ലാഹു തആല കാര്യങ്ങൾ കൃത്യമായി ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.